ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഡിസെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ടോ ഹോളിൽ ചെല്ലുന്നത്. അതായത് ഈ നെർവ് ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇതിന്റെ ഫംഗ്ഷൻ ഇതൊക്കെയാണ്. അപ്പൊ നമുക്ക് ഭയങ്കര ക്യൂരിയസ്. നമ്മൾ ഈ ഡിസെക്ട് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ പോയി ലൈക്ക് നമ്മൾ കട്ട് ചെയ്തല്ല, കാരണം വളരെ ഡിസെക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഡിസെക്ഷൻ കിറ്റ് ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പൊ അതിനകത്ത് നമുക്ക് വേണ്ട ഡിസെക്ഷൻ ഹോൾ ഇവിടെയാണെന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നല്ല സ്മെല്ലാണ്. ഈ കണ്ണിൽ ഇച്ചിരി ഇറിറ്റേഷൻ വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. നല്ല രസമൊക്കെ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു ബോൺ കാണുക, നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുക. നമുക്ക് അതായത് നമ്മുടെ ഡിസെക്ഷൻ ഹോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. അതായത് ആ ഓർഗനിലേക്ക് ആ കൈ ഒന്ന് ജസ്റ്റ് പൊക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ, നമുക്ക് ആ ഒരു കെടാവർ നമ്മുടെ ബോഡിയിലെ ഫുൾ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ഹായ് ഹലോ, ഐ എം ശില്പ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഡെഡ് ബോഡിനെ കാണുമ്പോൾ പേടിയാവും, ഹാർട്ടൊക്കെ കാണുമ്പോൾ പേടിയാവും. ചേച്ചി, ഡിസെക്ഷൻ ഹോളിൽ ഒരു എക്സ്പീരിയൻസ് ഒന്ന് പറയാമോ? ആദ്യമായിട്ട് കെടാവറിനെ കണ്ടപ്പോഴുള്ള ഫീലിംഗ് എന്തായിരുന്നു? അങ്ങനെ കുറെ മെസ്സേജാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ എൻ്റെ യൂട്യൂബ് ചാനലും വരുന്നത്. അപ്പൊ എന്നാ പിടിച്ചു എൻ്റെ ഡിസെക്ഷൻ ഹോൾ എക്സ്പീരിയൻസ്. ഇപ്പൊ നേഴ്സിംഗ് ആണെങ്കിലും BDS ഒക്കെ ആയാലും എല്ലായിടത്തും അനാറ്റോമി എന്നൊരു സബ്ജക്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ മെഡിക്കൽ സ്റ്റുഡൻസ് ആണ് കൂടുതലായിട്ടും നമ്മൾ അനാറ്റോമി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത്. അതെ, അനാറ്റോമി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ ഇന്റേണൽ ഓർഗൻസ്, നമ്മുടെ ബോഡിയിലെ മറ്റു പാർട്സ്, കൈ, കാല്, വയറ്, അങ്ങനത്തെ ഉള്ള ഓരോ പാർട്സ്, മസിൽസ്, അതിന് സപ്ലൈ ചെയ്യുന്ന നെർവ്സ്, ആർട്ടറീസ്, ഇതെല്ലാം ആണല്ലേ നമ്മൾ അനാറ്റോമി പഠിക്കുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ചുമ്മാ നമ്മൾ എന്താ പറയാ ജസ്റ്റ് വായിച്ച് പഠിക്കുന്നതിനേക്കാളും എഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്ട്രക്ചർ ഡയറക്റ്റ് കണ്ടു പഠിക്കുന്നതിനാണ്. അതെ, അതിനു വേണ്ടി നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് കുറേ ഡെഡ് ബോഡീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ഈ ഡെഡ് ബോഡീസിനെ വിളിക്കുന്ന പേരാണ് കെടാവർ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ഇയർ MBBS നമ്മൾ അനാറ്റോമി എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസെക്ഷൻ ചെയ്യാൻ വേണ്ടി ഒരു ഡിസെക്ഷൻ കിറ്റ് ഇതുപോലെ ഉണ്ടായിരിക്കും. അപ്പം അതിനകത്ത് നമുക്ക് വേണ്ട ബ്ലേഡും പിന്നെ അതുപോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കുറേയൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ബ്ലേഡും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നുകൂടെ വെച്ചിട്ട് കാര്യമില്ല, അതുകൊണ്ട് അപ്പം തന്നെ കളഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡിസെക്ട് ചെയ്യുന്നത്. എനിക്ക് ഇന്നും ഓർക്കുന്നുണ്ട്, ഞങ്ങൾ ഡിസെക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പായിട്ടുള്ള, അതായത് ഫസ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഒരു HOD സാറുണ്ട്. HOD സാറിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, ഒരു 1 hour. ആ ഒരു ക്ലാസ്സിൽ സാറ് മെയിനായിട്ട് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് ഒരു കെടാവിനെ റെസ്പെക്ട് ചെയ്യുന്നത്. അതായത് നമ്മളൊരു ഡിസെക്ഷൻ ഹോളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫാക്കൽറ്റീസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് തന്നിരിക്കുന്ന കെടാവിനെ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് വേണം നമ്മളതിനെ ട്രീറ്റ് ചെയ്യാൻ. അല്ലാണ്ട് അവിടെ ചുറ്റും സംസാരിക്കാനോ ചിരിക്കാനോ തമാശ പറയാനോ ഈവൻ നമ്മുടെ തന്നിരിക്കുന്ന കെടാവറിനെ നോക്കി പോലും ഒരു കമന്റ് അടിക്കാൻ പോലും നമ്മൾ സാറ് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ നമ്മൾ അത്രയും നല്ല രീതിയിൽ നീറ്റായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തന്നിട്ടായിരുന്നു നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ കയറ്റിയത്. അതായത് ഈവൻ എനിക്ക് ഓർക്കുന്നുണ്ട്, നമ്മളിപ്പോൾ ഡിസെക്ഷൻ ഹാളിൽ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് നമുക്കൊരു കെടാവർ ഇങ്ങനെ ഒരു ചെറിയ ടേബിളാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ താഴെ നമുക്ക് കാല് വയ്ക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മൾ അവിടെ ജസ്റ്റ് കാലൊന്ന് വെച്ചാൽ പോലും ഞങ്ങളുടെ അടുത്ത് ഗെറ്റ് ഔട്ട് അടിക്കുക, ക്ലാസ് ഇരിക്കേണ്ടെന്ന് പറയാം. കാരണം അത്രയും ഭയങ്കര റെസ്പെക്റ്റ് ആണ് നമ്മൾ ആ ഒരു നമുക്ക് പഠിക്കാൻ തന്ന ആ ഒരു ബോഡിയോട് നമ്മൾ കാണിച്ചിരുന്നത്. അങ്ങനെ കാണിക്കണമെന്നായിരുന്നു സാറ് നമ്മളെ ക്ലാസ്സിൽ പഠിപ്പിച്ചത്. അപ്പൊ എന്നും രാമകൃഷ്ണൻ സാറിന്റെ ആ ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു കാര്യമാണ്. അന്ന് സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഹോസ്റ്റലിൽ നിന്നു ഒരു ഏകദേശം രാത്രി ഒരു ടൈം. ആ സമയത്ത് എനിക്ക് ഓർക്കുന്നുണ്ട്, എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ ശില്പ അതായത് ഈ ബുക്ക് ഒന്ന് വായിച്ചു നോക്കിക്കേന്ന് പറഞ്ഞു. അതായത് നമുക്ക് പഠിക്കാനുള്ള ഏതൊരു ബുക്കല്ല, അതിന്റെ ഫ്രണ്ട് പേജിൽ നമ്മളോട് കെടാവർ സംസാരിക്കുന്ന പോലെ ഒരു കുറച്ച് കാര്യം എഴുതിയിട്ടുണ്ട്. ലൈക്ക് എന്താ പറയുക, അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൃദയം കീറി മുറിക്കുന്ന സമയത്ത് എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന നടന്നതും നടക്കാത്തതുമായ കുറെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. നിങ്ങൾ എൻ്റെ കാലുകൾ കീറി മുറിക്കുന്ന സമയത്ത് ഞാൻ സഞ്ചരിച്ച വഴികൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ചോറ് കീറി മുറിക്കുന്ന സമയത്ത് മനസ്സിലൂടെ പോയിട്ടുള്ള പല നല്ലതും ചീത്തയായിട്ടുള്ള പല ചിന്തകൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എൻ്റെ ശരീരം നിങ്ങൾ കീറി മുറിക്കുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണമേ, അത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് കെടാവർ സംസാരിക്കുന്നതായിട്ട്. അതായത് എൻ്റെ ചില സിറ്റുവേഷൻസ് കൊണ്ടാണ് എനിക്കിങ്ങനെ എൻ്റെ ബോഡി ഡൊണേറ്റ് ചെയ്യേണ്ടി ആവശ്യം വന്നത്, അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ ബോഡി നന്നായിട്ട് എന്നെ വേദനിപ്പിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നോക്കി നിങ്ങൾ പഠിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് സംസാരിക്കും. ലൈക്ക് ഭയങ്കര ഫീലാണ്. നമ്മൾ ജസ്റ്റ് തിങ്ക് ചെയ്യും, നമ്മളിങ്ങനെ ബോഡി നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനെ അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമാണെന്നൊക്കെ ഇതിലും മനസ്സിൽ വന്നിട്ടുള്ള ഒരു കാര്യമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിനില്ലേ നമ്മുടെ ഡിസെക്ഷൻ ഹാളിൽ കയറുന്ന ഒരു ദിവസം വന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഡിസെക്ഷൻ ഹാൾ എവിടെയാണ് നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല, കാരണം നല്ല സ്മെല്ലായതുകൊണ്ട് ഓക്കെ ഇവിടെ തന്നെ ആയിരിക്കും നമുക്ക് അറിയായിരിക്കും. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഡെഡ് ബോഡി അതിന് വേറെ ഡാമേജും കാര്യങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ഫോർമാലിൻ എന്ന് പറഞ്ഞൊരു ഇതിലാണ് നമ്മളത് കീപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഫോർമാലിൻ്റെ മണമാണ് നമുക്ക് ഇതുപോലെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്.
അപ്പോൾ നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ കയറുന്ന സമയത്ത് അഫ്കോഴ്സ് ഇതിൻ്റെ സ്മെല്ല് കാരണം നമുക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അല്ലാണ്ട് ചിലർക്ക് എന്ന് പറയുമ്പോൾ ഈ കണ്ണിൽ ഇച്ചിരി ഇറിറ്റേഷൻ വന്നിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇച്ചിരി ഭയങ്കര ഒരു എരിച്ചൊരു ഫീലിംഗ് ഒക്കെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ യൂസ്ഡായി. പിന്നെ ആർക്കും അങ്ങനെ പേടി എന്ന് പറഞ്ഞ സംഭവമില്ല. കാരണം എല്ലാവർക്കും ഒരു എക്സൈറ്റ്മെന്റ് ആണ്. അതായത് നമ്മളൊരു ബോഡി കാണുകയാണ്, അതിൽ പാർട്സ് ഇങ്ങനെ കാണുകയാണ്. അപ്പൊ അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും തന്നെ ഉണ്ടായിരുന്നത്. ആദ്യമായിട്ട് ഡിസെക്ഷൻ ഹാളിൽ കയറാന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് നമ്മൾ ഡിസെക്ഷൻ ഹാളിൽ കയറുക. ആ സമയത്ത് എനിക്ക് തോന്നുന്നു മാം ഇങ്ങനെ റഫായിട്ട് ആക്സില ആ ഒരു ഏരിയനെ പറ്റി പറഞ്ഞു തരാന്ന് പറഞ്ഞു. അപ്പൊ മാം പറഞ്ഞു ആ ഓർഗനിലേക്ക് ആ കൈ ഒന്ന് ജസ്റ്റ് പൊക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അയ്യോ മാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിന്നു. അപ്പോൾ മാം പറഞ്ഞു ഒന്നുമില്ല, ജസ്റ്റ് പറയാം. അപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കയ്യിൽ ഗ്ലൗസ് കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ജസ്റ്റ് പ്ലെയിൻ ആയിട്ടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ആദ്യം ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്യുന്ന സമയത്ത് ലൈക്ക് നമുക്കറിയാലോ, നമുക്കൊരു എന്തോ ഒരു ഫീലായി, ഒരു ടച്ച് ചെയ്യണം, ഒരു പേടിയും അതുപോലെ തന്നെ ഒരു എന്തൊക്കെയോ ഒരു ഫീലിംഗ് ആയിരുന്നു. പക്ഷെ മാം പറഞ്ഞു ഇല്ല, ഒരു കുഴപ്പമില്ല, ടച്ച് ചെയ്യണം, എന്തായാലും നമ്മൾ ടച്ച് ചെയ്യാൻ വേണ്ടി പോകുന്ന സാധനമാണ്, ഇപ്പം പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ കൈവയ്ക്കും. അപ്പം അതിനുശേഷം പിന്നെ അതൊക്കെ പിന്നെ ഭയങ്കര യൂസ്ഡായി, നമ്മൾ ഭയങ്കര നോർമലൈസ് ആയി, നമ്മളെന്നും അതിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്, നമ്മൾ അതിനെ നോക്കിയിട്ടാണ് പഠിക്കുന്നത്, അങ്ങനെയൊന്നുമില്ല. പിന്നെ എല്ലാവർക്കും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ. ചില നേഴ്സ് ഉണ്ട് ഭയങ്കര ചെറുതാണ്, അപ്പം നമുക്ക് അറിയാനൊക്കെ, കാരണം നമ്മൾ ഓൾറെഡി നമുക്ക് അതിനെപ്പറ്റി ഒരു നോളജ് നമുക്ക് ക്ലാസ് കഴിഞ്ഞിട്ടായിരിക്കും ഡിസെക്ഷൻ ഹാളിൽ ചെല്ലുന്നത്. അതായത് ഈ നെർവ് ഇങ്ങനെയാണ്, അങ്ങനെയാണ്, ഇതിന്റെ ഫംഗ്ഷൻ ഇതൊക്കെയാണ്. അപ്പം നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി, ഓ ഈ നെർവ് ഇങ്ങനെയാണല്ലേ. അപ്പൊ എനിക്ക് അന്ന് ഫസ്റ്റ് ഡിസെക്ട് ചെയ്യാൻ വേണ്ടി തന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഫ്ലെക്സർ സർഫസിൽ ഇവിടുത്തെ നമ്മുടെ മസിൽസിനെ എല്ലാം ഡിസെക്ട് ചെയ്തിട്ട് നമ്മൾ ഓരോരോ ഇൻഡിവിജ്വൽ മസിലായിട്ട് കാണിക്കുക, പിന്നെ ഇവിടുത്തെ നെർവ് സപ്ലൈ അതൊക്കെ നോക്കാനായിരുന്നു നമുക്ക് ഇവിടുത്തെ ആദ്യം നമുക്ക് കിട്ടിയത്. അപ്പൊ അന്ന് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റും കാര്യങ്ങളും പേടി ഉണ്ടായിരുന്നു. ഇപ്പൊ എത്രയായാലും, അതായത് ഇപ്പം ഈവൻ അതിനൊരു ജീവൻ ഇല്ലാത്തതാണെങ്കിൽ പോലും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പേടിയൊക്കെ ആയിരുന്നു. അതാണ് ഡിസെക്ഷൻ ഹാളിലെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. പിന്നെ അന്നത്തെ ഫസ്റ്റത്തെ ഡേ കഴിഞ്ഞിട്ട്, അതായത് ഫസ്റ്റത്തെ ഡിസെക്ഷൻ ഹാൾ കഴിഞ്ഞതിന് ശേഷം ഹോസ്റ്റലിൽ വന്ന ദിവസം എന്ന് പറയുന്നത് അന്ന് കുറച്ചതൊരു തമാശയായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ റൂമിന്റെ ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും ഡിസെക്ഷൻ. അതായത് ഇപ്പൊ ഇത് എന്റെ റൂമാണെങ്കിൽ ഇതിന്റെ നേരെ ആയിട്ടായിരിക്കും നമ്മുടെ ഡിസെക്ഷൻ ഹാളിന്റെ ബാക്ക് വശം കാണുന്നത്. അപ്പം എൻ്റെ ഒരു റൂംമേറ്റ് അവൾ അവിടെയായിരുന്നു കിടക്കുന്നത്. അപ്പൊ അവൾക്ക് ജസ്റ്റ് ഒരു പേടിയായിരുന്നു. അത് നമുക്ക് കുറ്റം പറയാൻ വേണ്ടി പറ്റത്തില്ല, നമുക്കൊരു നോർമലി ഒരു പേടി വരാം, അതൊരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ല. അപ്പൊ അങ്ങനെ വന്ന സമയത്ത് അവൾക്ക് ഇങ്ങനെ പേടിയായിട്ട്, അയ്യോ എനിക്ക് പേടിയാടി, നിങ്ങൾ ഒന്നിച്ച് കിടക്കോ എന്നൊക്കെ പറഞ്ഞു. അപ്പം അതിന് വേറൊരാള് ഇല്ല, പേടിക്കേണ്ട, ഒരു പ്രശ്നമില്ല, നീ എന്തിനാ ഇങ്ങനെ ചിന്തിക്കുന്നത്, അത് നെഗറ്റീവ് അടിക്കുന്നതിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് കിടന്നു. അപ്പം വേണ്ട, കട്ടിലൊന്നും അങ്ങനെ വെക്കേണ്ട, നമുക്ക് 3 പേർക്കും കിടക്കാന്ന് പറഞ്ഞു കിടന്നു. പക്ഷേ അതായത് അത് പക്ഷെ ഏറ്റവും കോമഡി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മണിയായപ്പോ ആ എന്ന് പറഞ്ഞിട്ടൊരു ശബ്ദം കേട്ടു. ഞെട്ടി എഴുന്നേറ്റത്, പേടിക്കേ വേണ്ട, നീ ധൈര്യമായിട്ട് കിടന്നു എന്ന് പറഞ്ഞ ആളായിരുന്നു. സ്വപ്നം കണ്ട് പേടിച്ച് കാറി എഴുന്നേറ്റത്. അത് ഭയങ്കര ഒരു കോമഡി ആയിരുന്നു. അത് ഭയങ്കര, അതിനുശേഷം ഫുൾ എല്ലാവർക്കും കൂടെ ഒരു പേടിയായി പോയി. പിന്നെ അവസാനം എന്തോ നമ്മൾ ഒന്നിച്ച് കിടന്നു അങ്ങനെയാണെന്ന് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അതൊരു ഭയങ്കര കോമഡി ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. അപ്പൊ നമ്മൾ ഡിസെക്ഷന്റെ കാര്യങ്ങൾ ഇൻസ്ട്രക്ഷൻ, അതായത് നമ്മൾ എങ്ങനെയാണ് പ്രോപ്പർ ആയിട്ട് ഡിസെക്ട് ചെയ്യുന്നത്, അതായത് നമ്മൾ ചുമ്മാ വെറുതെ പിച്ച് ചീന്തി അങ്ങനെയല്ല നമ്മൾ ഡിസെക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ഒരു വേ ഉണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഇതുപോലത്തെ ഒരു ബുക്സും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട്. തീം ഡിസെക്ടർ എന്ന് പറഞ്ഞൊരു ബുക്കാണ് നമ്മൾ ഫോളോ ചെയ്തത്. അപ്പൊ അതിൻ്റെ അകത്ത് പ്രോപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഡിസെക്ട് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങൾ അതിൻ്റെ അകത്ത് എഴുതിയത്. അപ്പൊ നമ്മൾ അതനുസരിച്ചിട്ടാണ് ഫോളോ ചെയ്യുന്നത്, അല്ലാണ്ട് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം അതുകൊണ്ട് ഇതുകൊണ്ട് ഇതിലേക്ക് കൃത്യമായിട്ട് ഇങ്ങനെ പ്രോപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുപോലത്തെ ഇതിലാണ് നമ്മൾ ഫോളോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസെക്ട് ചെയ്യുന്നത്. പക്ഷെ അവസാനം ആകുമ്പോഴേക്കും, അതായത് നമ്മൾ അങ്ങനെ എല്ലാ പാർട്ടും ഡിസെക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമുക്ക് ആ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട സമയത്തോളം ഒരു ബന്ധമില്ലാത്ത ഒരു വേറൊരു രീതിയിൽ. അപ്പം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് ബോൺ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റിയോളജി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. അപ്പം അതും ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റാണ്. കാരണം നമ്മൾ ചുമ്മാ ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഹ്യൂമൻ സ്കെൽറ്റെ നമ്മൾ കാണാൻ വേണ്ടി പോകും. അതിലാണ് നമ്മൾ പഠിക്കാൻ വേണ്ടി പറഞ്ഞു. അത് കുറേ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര പണി. ഞാൻ 5 മാർക്കാണ് നമുക്ക് പ്രാക്ടിക്കലിന് ഓസ്റ്റിയോളജിക്കുള്ളത്. ആ ബോൺസിന്റെ റൈറ്റ് ഏതാ ലെഫ്റ്റ് ഏതാന്ന് കണ്ടുപിടിക്കാൻ തന്നെ ഏറ്റവും പാടായിരിക്കും. പിന്നെ അതിൻ്റെ അകത്ത് ഏതൊക്കെ മസിൽസ് ആണ് ഒറിജിൻ ചെയ്യുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ. അപ്പൊ ഭയങ്കര പാടായിരുന്നു. അപ്പൊ ഈ 5 മാർക്കിന് വേണ്ടി കുറെ കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതും നല്ല രസമൊക്കെ ആയിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു ബോൺ കാണുക, നമ്മളിങ്ങനെ
കയ്യിൽ പിടിക്കുക. ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് നമുക്കൊരു ബോൺ സെറ്റ് വേണം. അതായത് നമുക്കിപ്പോൾ അതിപ്പോൾ ഭയങ്കര അത്യാവശ്യം പൈസ ആയതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും കൂടെ ഒന്നിച്ചൊന്ന് ഒറ്റയ്ക്ക് മേടിക്കത്തില്ല, നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒന്നിച്ച് മേടിക്കും. അപ്പോൾ അതാകുമ്പോൾ ഒരു എമൗണ്ട് ആണെങ്കിൽ അതിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും. അപ്പം നമുക്ക് എന്തായാലും ഒരു ഫസ്റ്റ് ഇയർ നമുക്ക് ബോൺ സെറ്റ് എന്ന് പറയുന്നത് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ആ ബോൺ സെറ്റൊക്കെ വെച്ചിട്ട് നമ്മളത് രാത്രി ഇരുന്നിട്ട് നമ്മളതൊക്കെ വെച്ചിട്ട് ഒന്നുകൂടെ ഡിസ്കസ് ചെയ്ത് പഠിക്കും. അതും വേറൊരു നല്ലൊരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ്. പല ഫ്രണ്ട്ഷിപ്സ് ആയാലും കാര്യങ്ങളെല്ലാം തുടങ്ങുന്നത് നമ്മുടെ ഡിസെക്ഷൻ ഹാളിലാണ്. കാരണം ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മൾ 3 hours ആയിരിക്കും ഡിസെക്ഷൻ ഹാളിൽ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് ചിലപ്പം ആ ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ 50 പേരുണ്ടെങ്കിൽ 50 പേരിൽ കുറേ പേരെ നമ്മൾ ഫ്രണ്ട്സ് ആക്കും. അവരുമായിട്ട് കുറച്ച് നമ്മളുമായിട്ട് മൈൻഡൊക്കെ ആയിട്ട് റിലേറ്റഡ് ആകുന്ന കുറച്ച് പേരൊക്കെ ആയിട്ട് ഫ്രണ്ട്സ് ആവും. ഇങ്ങനെ നല്ല ഫ്രണ്ട്ഷിപ്സ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സ്റ്റാർട്ട്. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ അനാറ്റോമിയുടെ പ്രാക്ടിക്കലിന്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഓർഗൻ ആയിരിക്കും നമുക്ക് തരുന്നത്. ഒരു ഓർഗൻ നമ്മൾ കഴിഞ്ഞപ്പോൾ ചിലപ്പം നമുക്ക് സ്റ്റൊമക്ക് ആയിരിക്കും, ചിലപ്പോൾ നമുക്ക് സ്പ്ലീൻ ആയിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ കുറച്ച് പാട്ട് തന്നിട്ട് അത് നമ്മൾ അതിനെപ്പറ്റി മസിൽസ് കാര്യങ്ങൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാര്യങ്ങൾ ഫംഗ്ഷൻ എന്തൊക്കെയാണ് അതൊക്കെ ആയിരിക്കും നമുക്ക് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പിടിച്ച് നമ്മൾ നിൽക്കുമ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അത് മാത്രമല്ല ലൈക്ക് എന്താ പറയുക, നമുക്കത് ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് തന്നെ നമുക്ക് മാത്രം കിട്ടുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഇങ്ങനെ ഒരു അത് മാത്രമല്ല നമ്മുടെ ബോഡി ഡിസെക്ട് ചെയ്യുന്ന സമയത്ത് ഓക്കെ നമ്മുടെ ലങ്സ് ഇങ്ങനെയാണല്ലേ ഇരിക്കുന്നത്, നമ്മൾ ഹാർട്ട് ഇവിടെയാണല്ലേ ഇരിക്കുന്നത്, ഇവിടുത്തെ ഈ മസിലൊക്കെ ഇങ്ങനത്തെ ഷേപ്പ് ആണല്ലേ ഉള്ളത്, ഈ മസിൽ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ഇങ്ങനെ കൈവെക്കാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് കണ്ടു പഠിക്കുക. അതെന്ന് പറയുന്ന ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് എന്ന നിലയിൽ നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഭാഗ്യമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയതും ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഭയങ്കര ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നത്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് ഒരു ലൈഫിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളാണ് നമുക്ക് ഡിസെക്ഷൻ ഹാളിലുള്ളതെന്ന് പറഞ്ഞത്. ഇപ്പോൾ നമ്മൾ അന്ന് നമുക്ക് പഠിക്കാൻ വേണ്ടി മാത്രം ഫോൺ അലൗഡാണ്. അതിന് പഠിക്കാൻ ചില നെർവ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര സ്മോൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ ഇടാം, ഒരു പെർമിഷനിലൂടെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മുടെ ഫോണിലൊക്കെ ഉണ്ട്. അങ്ങനെ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. പിന്നെ ഞങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഡിസെക്ഷൻ ABC എന്ന് പറഞ്ഞാൽ 3 ഇതായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. 3 ഗ്രൂപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാനതിൽ അപ്പോൾ ഞങ്ങളുടെ ഒരു മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എക്സാംസ് നടത്തും. അതായത് ഇന്നിപ്പോൾ ഒരു പോർഷൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പോർഷൻ നാളെ വരുമ്പോൾ അതിൻ്റെ ചെറിയൊരു ടെസ്റ്റ് പേപ്പർ നടത്തും. ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഫുള്ള് ഭയങ്കര ടെൻഷൻ. പിറ്റേ ദിവസം ഫുള്ള് അവിടെ ഹോസ്റ്റലിൽ ചെല്ലുന്നു, പിന്നെ നമ്മൾ അവിടെ നിന്ന് പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ചിലപ്പോൾ യൂട്യൂബ് നോക്കിയിട്ടായിരിക്കും ചിലപ്പോൾ പഠിക്കുന്നത്. പഠിച്ചതിന് ശേഷം പിറ്റേ ദിവസം മാമിൻ്റെ അവിടെ ടെസ്റ്റ് പേപ്പർ ഉണ്ടായിരിക്കും. ചില സമയത്ത് കുഞ്ഞ് ടെസ്റ്റ് പേപ്പർ, അപ്പം നമ്മളിങ്ങനെ കോപ്പി അടിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നത്. പിന്നെ ചില ക്വസ്റ്റ്യൻ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് നമുക്കത് ഓർക്കാൻ വേണ്ടി പറ്റാതെ അതിൻ്റെ സ്ട്രഗിളും കാര്യങ്ങളും. പിന്നെ മാം ആർക്കാ ഫസ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് വെരി ഗുഡ് ലൈക്ക് ഒരു വേറൊരു ഫീലാണ്. പിന്നെ അത് മാത്രമല്ല ഞങ്ങളുടെ ഡിസെക്ഷൻ ഹാളിൽ നമ്മളിപ്പോൾ എക്സാംസ് ഞങ്ങൾക്ക് വീക്ക്ലി എക്സാംസ് നടത്തും. പിന്നെ അതുപോലെ ഇന്റേണൽ എക്സാംസ്, ഈ എക്സാംസിന്റെ എല്ലാ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന സ്ഥലവും നമ്മുടെ ഡിസെക്ഷൻ ഹാളിലാണ്. അപ്പോൾ സാർ അവിടെ വരും, ഫസ്റ്റ് റാങ്ക്, സെക്കൻഡ് റാങ്ക്, തേർഡ് റാങ്ക് എന്ന് പറഞ്ഞാൽ അവരുടെ പേര് വിളിക്കും. പിന്നെ നമ്മുടെ പേപ്പേഴ്സ് എല്ലാം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ ആ സമയത്ത് അയ്യോ നമ്മൾ ജയിച്ചോ അല്ലെങ്കിൽ ജയിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെൻഷനും അതെല്ലാം നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഡിസെക്ഷൻ ഹാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ അങ്ങനെ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലായിട്ടോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഫുള്ള് ലെക്ചേഴ്സും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ സ്കെൽട്ടൻ, പിന്നെ നമ്മുടെ ഈ ഒരു കെഡാവർ, ഇതൊക്കെ ആയിരിക്കും നമ്മുടെ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഹോസ്റ്റലും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ബോൺ സെറ്റ് നോക്കുക, ബോൺ എടുക്കുക, അത് വെച്ചിട്ട് പഠിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. എൻ്റെ ഒരു ഡിസെക്ഷൻ ഹാൾ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ ഒരു വീഡിയോ കണ്ടിട്ട് നീറ്റിന് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അല്ലെങ്കിൽ ഓൾറെഡി ഒരു MBBS സീറ്റിന് വേണ്ടി റെഡി ആയിട്ടിരിക്കുന്ന കുട്ടികളാണെങ്കിലും അവരോട് പറയാനുള്ളത് ലൈക്ക് നമുക്ക് ആ ഒരു ബോഡി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുകയാണ് നമുക്ക് പഠിക്കാൻ വേണ്ടി. ആ ഒരു ശരീരത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്ന പല അറിവുകളും. നമുക്ക് ആ ഒരു കെഡാവർ നമ്മുടെ ബോഡിയിലെ ഫുൾ സ്ട്രക്ചർ എങ്ങനെ ആയിരിക്കും എന്നാണ് നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത്. ആ ഒരു കെഡാവറിനെ നമ്മൾ നല്ല പോലെ റെസ്പെക്ട് ചെയ്യണം. പിന്നെ നമുക്ക് ലൈഫിൽ ഒരിക്കൽ മാത്രമേ ഈ ഒരു ഹാർട്ട് തൊടാനും ലങ്സ് തൊടാനൊക്കെ പറ്റത്തുള്ളൂ. കാരണം സെക്കൻഡ് ഇയർ തേർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും പറ്റത്തില്ല. സോ നമുക്കതൊരു ഓർമ്മയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അതിൻ്റെ സമയത്ത് അതേ റെസ്പെക്ട് നമ്മുടെ ആ കെഡാവറിനോട് കാണിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ചിരി, കളി, തമാശ, ഒരിക്കലും അതിനെ നോക്കിയിട്ടുള്ള മോശമായിട്ടുള്ള വാക്കുകളോ കമൻസ് അടിയോ ഒന്നും പാടില്ല. അത്രയും നല്ല രീതിയിൽ ആ ഡിസെക്ഷൻ ഹോൾ അനാറ്റോമി എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഫസ്റ്റ് ഇയർ നിങ്ങൾ മാക്സിമം എങ്ങനെയൊക്കെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റുമോ നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പം അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതായിരിക്കും. ബൈ.